പിന്നെ നാളെ വല്ല ഗാനമേളയുണ്ടോ? പിന്നെ ഗാനമേളക്കാർ മാത്രമേ തണുക്കാത്ത ആഹാരങ്ങൾ കഴിക്കത്തുള്ളൂ അല്ലേ? അതൊന്നും അല്ല. പിന്നെ എനിക്കറിയാം. എന്തോ പിശുക്ക് കാശ് പോകുന്നിടത്തല്ലേ? എന്റെ കാശ് പോന്ന പോട്ടെ, നിന്റെ ആവശ്യം നടന്നല്ലോ, നീ കഴിച്ചോ. എന്റെ കാര്യം വിട്ടേരെ. എന്തൊരു തണുപ്പാ ഇവിടെ. എന്തൊരു തണുപ്പാ? ഒരു തണുപ്പും ഇല്ല. നീ ഈ ഐസ്ക്രീം എല്ലാം കൂടെ അടിച്ചു കയറ്റുന്നതുകൊണ്ടാണ് നിനക്ക് തണുപ്പാന്ന് തോന്നുന്നതാണ്. ഒന്നുമല്ല, ഇവിടെ ഒരു തണുപ്പും ഇല്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പാ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. തണുത്ത ഐസ്ക്രീം കഴിച്ചു യുവതി മരണപ്പെട്ടു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. തണുത്ത ഐസ്ക്രീം കഴിച്ചു യുവതി മരണപ്പെട്ടു. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. തണുത്ത ഐസ്ക്രീം കഴിച്ചു യുവതി മരണപ്പെട്ടു. പത്രമണ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. തണുത്ത ഐസ്ക്രീം കഴിച്ചു യുവതി മരണപ്പെട്ടു. യുവതി മരണപ്പെട്ടു. തണുത്ത ഐസ്ക്രീം കഴിച്ച ആരുടെ ചൂടുള്ള വാർത്തയാണെന്ന്? തണുത്ത വാർത്ത, തണുത്ത വാർത്ത, തണുപ്പുള്ള വാർത്ത, തണുപ്പുള്ള വാർത്ത. അങ്ങനെ പറഞ്ഞു പോയാൽ മതി. തണുപ്പുള്ള വാർത്ത, തണുപ്പുള്ള വാർത്ത, തണുപ്പുള്ള വാർത്ത. ഐസ്ക്രീം കഴിച്ച ചൂടുള്ള വാർത്തയാണ്. എന്തിനാണ് വെറുതെ അയാളെ തല്ലിയത്? അയാൾക്കാണെങ്കിൽ ഒന്നാമതെ ഒരു ആവതും ഇല്ല. പിന്നെ ആവതുള്ളവനെ തല്ലിയിട്ട് അവൻ എന്നെ എടുത്തിട്ട് തല്ലുന്നത് നിനക്ക് കാണണം അല്ലേ? നിന്റെ മനസ്സിലിപ്പോ കൊള്ളാലോടി. ഈയിടെയായിട്ട് ഇത്തിരി ചൂടാവല് കൂടുന്നുണ്ടേ. എന്താ കുഴപ്പം? എന്താ അവിടെ എന്നെ ചൂടാകുന്ന രീതിയിൽ സംസാരിക്കരുത്, എന്നെ ചൂടാക്കരുത്. അതാണ് അവിടെ ഇരിക്കേ. ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്തായാലും നോക്ക്. എന്തിനാ ഫോട്ടോ എടുക്കട്ടെ? പിന്നെ അതൊന്നും വേണ്ട. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. വേണ്ടാന്ന്. എന്തിനാ? എനിക്ക് ഇഷ്ടമല്ല. കുന്തം വിഴുങ്ങിയ പോലെ നിക്കാതെ ഒന്ന് ചിരിച്ചേ. അങ്ങനെ അല്ല, പല്ല് കാണിച്ച് ചിരിക്കും. അങ്ങനെ വേണ്ട, പല്ല് കാണിക്കണ്ട. എന്തിനാണ് ഇപ്പൊ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ? ഇതേ ഫേസ്ബുക്കിൽ ഇടാനാ. ഫേസ്ബുക്കിൽ ഇടാൻ. കപ്പിൾ ചലഞ്ച്. കപ്പിൾ ചലഞ്ചോ? ഫേസ്ബുക്കിൽ ഇട്ടോ, പക്ഷെ കപ്പിൾ ചലഞ്ച് എന്ന് കൊടുക്കണ്ട, കപ്പിൾ ചേഞ്ച് എന്ന് കൊടുക്കും. അതാണ് എനിക്ക് താല്പര്യം. അത് എനിക്കറിയാൻ മേലെന്നിട്ട് ഞാൻ ചോദിക്കാണ്. ഇത് വീട്ടിൽ ഇരിക്കേണ്ടത് എന്നെ എന്തിനാണ് ഈ പാർക്കിലോട്ട് വലിച്ചെടുത്തോണ്ട് വന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, വീട്ടിലിരുന്നാൽ ലവ് വരത്തില്ല, അതുകൊണ്ടാ. വീട്ടിൽ ഇരുന്നാൽ ലവ് വരത്തില്ലെന്നു? വീട്ടിൽ ഇരുന്നാൽ ലവ് വരാത്ത എന്താണ്? വീട്ടിൽ ഇരുന്നാൽ ലവ് വരാത്ത നിങ്ങളുടെ അമ്മയുള്ളതുകൊണ്ട്. അത് ശരി, എന്റെ അമ്മ അവിടെ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ ലവ് വരാത്തത് നിനക്ക്. ഇപ്പൊ എന്റെ അമ്മയടുത്ത് ഞാൻ കെട്ടിയിടാവടി, അപ്പൊ നിനക്ക് ലവ് വരുമല്ലോ, നിനക്ക് സമാധാനം ആവുമല്ലോ. ശരിക്കും ഈ സുഖമായിട്ട് ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടാ. ഞാൻ റൊമാൻറ്റിക് അല്ല, ഞാൻ സിനിമാറ്റിക് ആണ്. നീ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ സിനിമാറ്റിക് ഡാൻസുകാരനായിരുന്നു. നീ അവിടെ തിരക്കിയാൽ അറിയാം. എന്തെങ്കിലും ആയിക്കോട്ടെ, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തോന്ന് കാര്യം? പറയട്ടെ? ദേഷ്യപ്പെടരുത്. പറ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വാടക വീട് എടുത്ത് മാറി താമസിക്കാം. എന്തിനു? നിനക്ക് ഭ്രാന്താണോ? നമുക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ എന്തിനാണ് ഈ വാടക വീടെടുത്ത് താമസിക്കുന്നത്? തന്നെയല്ല, അമ്മയ്ക്ക് അത് വിഷമമാവും. അമ്മയ്ക്ക് വിഷമാകും. നിങ്ങൾക്ക് എപ്പോഴും അമ്മയുടെ വിഷമമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരേ സമയം എല്ലാരെയും കൂടെ സന്തോഷിപ്പിച്ചൊന്നും ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. അത് സത്യമാണ്. ഒരേ സമയം എല്ലാരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, നിന്നെ കണ്ടാൽ നയൻതാര പറിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുകയാണ്. സത്യം, അതേ ഷേപ്പാണ്. നയൻതാരയുടെ അതേ ഷേപ്പാണ്. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? പക്ഷെ ഇത് നയൻതാര അറിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം വിഷമമാവും, അതാലോചിച്ചിട്ടുണ്ടോ നീ? അപ്പൊ അതാണ്, ഒരേ സമയം നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അതിൽ സത്യമായ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പോരാ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അതാണ് സത്യം. എന്ത് നീ പറഞ്ഞത്? ഞാൻ പോരാ. അപ്പൊ ഞാൻ വേറൊരു സത്യം പറയട്ടെ? പറഞ്ഞോളൂ. നിങ്ങൾ തീരെ പോരാ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭാര്യയാണ് ഞാൻ. ശരിയാണ്, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവാണ് ഞാൻ. ആണല്ലോ? അതെ. എന്നെ പറഞ്ഞാ മതി ഭർത്താവ്. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ, നിങ്ങളെ കെട്ടല്ലേ എന്ന്. സത്യമായിട്ടും? സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞു? പറഞ്ഞതാ. അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ അവരൊന്നും അറിയാതെ എത്ര തെറി വിളിച്ചിട്ടുണ്ട്. അമ്മായിയമ്മേ, ഐ ലവ് യു. ഈ മാറ്റം ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് മാറ്റം? നിങ്ങളുടെ ഈ മാറ്റം, എന്നെ ഒഴിവാക്കല്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനാണ് പ്ലാൻ എങ്കിൽ സത്യമായിട്ട് സുഖമായിട്ടാ ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടിച്ചാകും. അതെ, ഞാൻ ട്രെയിനിന് മുന്നിൽ ചാടിച്ചാകുന്നിട്ട് നിങ്ങൾക്ക് എന്താ അനങ്ങാത്തത്? ട്രെയിനിന്റെ മുമ്പിൽ ചാടിച്ചാകുമ്പോ ഞാൻ ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നുമല്ല. അത് അവർ നോക്കിക്കോളും. നീ ചാടുമ്പോ അവര് അതിന്റെ തീരുമാനം എടുത്തോളൂ. ഞാനെന്തിനാണ് അനങ്ങുന്നത്? അത് കൊള്ളാമല്ലോ. അപ്പൊ ഞാൻ ചത്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല അല്ല? എനിക്കെന്താണ് പ്രശ്നം? അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ചാവാലോ. പോയി ചാവ്. എന്നെ അന്വേഷിക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കറിയാം നിങ്ങളുടെ ഈ മാറ്റം കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മനുഷ്യന് സ്വസ്ഥത തരത്തില്ലെന്ന് പറഞ്ഞത് എന്താ? വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നേക്കാ പാർക്കിലേക്ക്. എന്റെ അമ്മ അവർക്ക് ശല്യമാണ്.
ഇതിനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു നമ്മള്? ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പാട്. ഹലോ എടി, നീ പറഞ്ഞതൊക്കെ ചുമ്മാതാട്ടോ. നീ അല്ലേ പറഞ്ഞത് എന്റെ ചെക്കന് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ? അയാൾ ഇവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഞാൻ എത്ര നേരം ഇവിടെ വന്നിട്ട്? ഏയ് അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറയല്ലേ കേട്ടോ ഓരോന്ന്. ഇല്ലടി, ചുമ്മാതല്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ. അയാളൊരു പഠിച്ച കള്ളനാ. അയാൾക്ക് വേറെ കുറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്. അയാള് തേടി ഒരു പെണ്ണുമായിട്ട് വരുന്നു. ഷോ, അയാൾക്ക് വേറെ പെണ്ണു കിട്ടുമെങ്കിലേ എനിക്കും വേറെ ചെക്കനെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അയ്യോ, ഇതൊരു അങ്കിളാണല്ലോ. ചേട്ടാ, ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന്. ഇരുന്നോ. എന്താ പേര്? വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ വിചാരിക്കും. അതല്ല, ഏതല്ല? എന്റെ അടുത്തൊന്ന് കുറച്ച് അടുത്ത് ഇടപഴകണ പോലെ ഒന്ന് കാണിക്കാവോ? എന്തിനാ കാണിക്കുന്നത്? പഴകാമല്ലോ, ഇടപഴകി. അല്ല അതല്ല, എനിക്ക് ഒരാളെ കാണിച്ചൊന്ന് ദേഷ്യം പിടിപ്പിക്കാനാ. എന്ത് കാണിക്കാൻ? എന്റെ കയ്യിലും ദേഹത്തൊക്കെ ഒന്ന് തൊടുന്ന പോലെ ഒന്ന് കാണിച്ചാ മതി. എന്തിനാ കാണിക്കുന്നത്? കാണിക്കാമല്ലോ, അതിനെന്തിനാ പോലെ? അതല്ല, കാണിക്കാൻ ഞാൻ. എന്താ പേര്? പ്രിയ. നല്ല പേര്. എന്ത് ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല. ഞൊട്ട വിടട്ടെ. എക്സ്ക്യൂസ് മീ മാഡം. കൈവെക്കൂ, ഇവിടെ കൈവെക്കൂ. ഒന്നും വിചാരിക്കരുതേ, എന്നോടൊന്ന് അടുത്ത ഇടപഴകാം. ഞാൻ അത്ര കാര്യമൊന്നുമില്ല, പൊടോടുന്നു. അല്ല, ഞാൻ അത് ഉദ്ദേശിച്ച. അയ്യോ മാഡം എന്നെ വെറുതെ അതിന് മലത്തി വെക്കും. അടുത്തിടപഴകാം. കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. വേറെ ഒന്നും വിചാരിക്കരുതേ. ഞാൻ ഈ കയ്യിലൊന്നും പിടിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? കയ്യിലിങ്ങനെ പിടിക്കുന്നതില് നീ ഇവിടെ തന്നെ. അവിടെ കയ്യൊന്ന് വിടറാ. അത് ചോദിക്കാൻ താനാരുണ്ടോ? ഞാൻ അവിടെ ഭർത്താവാടാ. സ്വന്തം ഭർത്താവിന്റെ മുമ്പ് വെച്ച് ഭാര്യയുടെ കൈ കയറി പിടിക്കുന്നു. ഇല്ല. എന്താ? ഓഹോ, അപ്പൊ ഭാര്യയുടെ മുമ്പ് വെച്ച് നിങ്ങൾക്ക് കണ്ണി കാണുന്ന പെണ്ണുമായിട്ട് അക്കുത്തിക്ക് കളിക്കാം അല്ലേ? അക്കത്തിക്കോ? അതൊന്ന് ഏത് അക്കുത്തിക്ക്? അത് സമയം പോകുന്നതിന് വേണ്ടി ആ കുട്ടി എന്റെ അടുക്ക അപ്പൊ ഇതും സമയം പോകുന്നതിന് വേണ്ടി ചെയ്തതാ. ഒരു അല്പനേരം ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോ കണ്ടവന്റെ കൂടെ നീ അഴിഞ്ഞാടുകയാണ് അല്ലേ? അത് തന്നെ, അഴിഞ്ഞാടും. അഴിഞ്ഞാടും അല്ലേ? നിങ്ങൾക്ക് അഴിഞ്ഞാടാലോ. നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ആണുങ്ങൾക്ക് ചെയ്യുന്ന എന്താ കുഴപ്പം? ആണുങ്ങൾ എന്ത് ചെയ്തു? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ശരിയല്ല ഇത്. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ല. തറുതല പറയുന്നു. നീ എന്തിനാണ് അവിടെ കൈ കയറി പിടിച്ചത്? അല്ല, ചേച്ചി എന്നോട് പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ. എന്താ പിടിക്കാൻ പറഞ്ഞു? മാറി നിൽക്കണേ അങ്ങോട്ട്. കയ്യെ പിടിക്കാൻ വന്നിരിക്കുന്നു. ചേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വേണം. നീ പിടിച്ചോ, നീ പിടിച്ചോ, പിടിയടി പിടി. അല്ല ചേട്ടാ, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് നീ ഇവിടെ വേണ്ട. എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. ഒന്നും വേണ്ടണ്ട, അങ്ങനെ പോകാം. മനസ്സിലായല്ലോ? എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്. ആ സ്ഥിതിക്ക് ഇനി ഇവള് അങ്ങനെ പോയാലും ഞാനിത് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇയാളെ ഇഷ്ടമാ, ഇയാൾക്ക് എന്നെ ഇഷ്ടമാ. അവൻ ചുമ്മാ പറയുന്നതാടി, അവൻ ചുമ്മാ പറയുന്ന കളിപ്പീരായിരിക്കും. അല്ല അല്ല, നിങ്ങൾ എന്തേലും വായിക്കോ. ചേട്ടാ, ഈ ഒരു പ്രശ്നം പറഞ്ഞ് നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരുന്നു, ഇപ്പൊ അല്ല. അല്ല, അയ്യോ അങ്ങനെയൊക്കെ പറയില്ല. അല്ല, കടുത്ത തീരുമാനങ്ങൾ എടുത്തുകളല്ലേ ചേട്ടാ. ഇത് മറ്റൊന്നും വിചാരിക്കരുത്. എന്ത്? ഇത് നമ്മുടെ ചാനലിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നത്. ഏത് പ്രോഗ്രാം? തമ്മിത്തല്ല്. അമ്മിക്കല്ലോ? അമ്മിക്കല്ലല്ല, തമ്മിത്തല്ലെന്ന് പറഞ്ഞത് ക്യാമറയ്ക്ക് ഇരിക്കുന്നുണ്ടോ, ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു എന്നിട്ട് അവരുടെ തമ്മിത്തല്ലും കാര്യങ്ങൾ കാണാൻ വേണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടെ. രണ്ടുപേരും നല്ല പ്രകടനമായിരുന്നു എന്തായാലും. അപ്പൊ ഈ കുട്ടി ഈ പറയുന്ന പോലെ ഈ പ്രോഗ്രാമിന്റെ അവതാരകയാണ്. പക്ഷെ ഇഷ്ടമായിരുന്നു. സാരമില്ല. അപ്പൊ ഞങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? ആ, നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കല്ലേ? ടി വി വരും, ടിവിയിൽ വരും. എടീ, ഇത് അഭിനയമായിരുന്നടി. തൊട്ടുപോകരുത് തന്നെ. അഭിനയം അല്ല, ഇത്തിരി ഇല്ലാത്ത പെങ്കൊച്ചിനെ കണ്ടപ്പം എന്നെ മറന്നിട്ട്. അല്ല, ഞാൻ മറന്നതല്ല, ഞാൻ ആക്ട് ചെയ്യായിരുന്നു. സത്യത്തിൽ ഞാൻ ആക്ട് ചെയ്യായിരുന്നു. അന്നെ നിങ്ങൾ അങ്ങ് അനുഭവിച്ചോ കേട്ടോ. ഇനി എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന്? ഇത് എടി ടി വി പ്രോഗ്രാം ആയിരുന്നു. നീ കാര്യം പറഞ്ഞാൽ മനസ്സിലായി. എന്താണെങ്കിലും എനിക്ക് ഇനി നിങ്ങളെ വേണ്ട. ചേട്ടാ, അപ്പൊ
പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് സന്തോഷം. ഓക്കെ, അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? നിങ്ങളുടെ പരിപാടി കാരണം എന്റെ കുടുംബമാണ് കുട്ടിച്ചോറായത്. അല്ല ചേട്ടാ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ ചാനലിന് നല്ല റേറ്റിംഗ് കിട്ടി ഈ പ്രോഗ്രാം. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കിട്ടിയായിരിക്കും. പക്ഷെ ഞാൻ നീ എന്ത് ചെയ്യും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി? ചേട്ടാ, നമ്മുടെ ചാനലിന് തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. ചേട്ടൻ അതിനകത്തൊന്ന് പങ്കെടുക്കുക. അവരെന്തായാലും ഈ പ്രോഗ്രാം ഈ നിങ്ങളുടെ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരും. നിങ്ങളുടെ ചാനലിൽ ഏത് പ്രോഗ്രാം? കഥയല്ലേ ഇത് ജീവിതം.